എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഫൈനലി 2,15,000 രൂപ കിട്ടിയാൽ മതി. 2,15 ഒരു ഓട്ടോമാറ്റിക് റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകുക. അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം. ഇത് നമുക്ക് 3.95 കൊടുക്കാം. 3,95,000 രൂപയ്ക്ക് 2018 സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ ഓണർ നിങ്ങളാവാൻ പോവാണ്. നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്ന വിലയിൽ നിന്ന് അത്രയും മാറ്റത്തിൽ ഒരു പുതിയ വണ്ടി കൊണ്ടുപോകും അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു ആൾട്ടോ, എന്താ പറയുക, ഒരു ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഡ്രൈവിംഗ് ഓടിക്കാൻ ഉപയോഗിക്കാം. ബിലോ 1 ലാഖിൽ പറ്റിയ ഒരു വാഹനം. എത്ര കൊടുക്കുക? ഇത് നമുക്ക് ഫൈനലി 3,37,000 രൂപ കൊടുക്കാം. 3,37,000 രൂപയ്ക്ക് 2017 ZX ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുള്ള് ലോണും കിട്ടൂലേ? ഫുള്ള് ലോൺ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അതീവ സന്തോഷത്തിലാണ്. കാരണം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. അത്രയും പൊട്ടിച്ച വിലയ്ക്ക് കാറുകൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ട് 2 വീഡിയോസ് ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ ഏകദേശം 15 വണ്ടി കാണിച്ചാൽ 14 വണ്ടി ഒരു 3 ദിവസം കൊണ്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ, TVS സർട്ടിഫൈഡ് ആണ്. കോഴിക്കോട് മാവൂർ റോഡുള്ള TVS സർട്ടിഫൈഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് അക്ഷയിനെ സ്വാഗതം ചെയ്യാം. അക്ഷയ്, സ്വാഗതം. അപ്പോൾ അക്ഷയ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു, രണ്ടാമത്തെ വീഡിയോയിലാകില്ല അല്ലേ? ഓക്കെ, ഇപ്പോൾ അക്ഷയ് തന്നെ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് KSRTC കഴിഞ്ഞിട്ട് റിനോന്റെ ഷോറൂം ഉണ്ട്. അതിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെ TVS സർട്ടിഫൈഡ് 3 മെയിൻ MNC-കൾ ചേർന്ന് അരേഷോജി, മിറ്റ്സുബിഷി, TVS ഇത് 3 ചേർത്തിട്ടുള്ള പുതിയൊരു വെഞ്ചറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ് അല്ലേ? തീർച്ചയായും. സംഭവം കൊടുക്കുന്നത് ഡീലർ പ്രൈസിലാണ്. എന്ന് വെച്ച് അങ്ങനത്തെ ലോക്കൽ ലൊട്ടിലൊടുക്ക വണ്ടികളല്ല. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പൊ എന്താ പറയുക, റീപ്ലേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും പറയൂ. അതൊക്കെ അങ്ങനെ എന്തായാലും ഇപ്പൊ എഞ്ചിൻ വൈസ് കംപ്ലൈന്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ കസ്റ്റമർ എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള എന്തായാലും അങ്ങനത്തെ വണ്ടികളെല്ലാം കൊടുക്കും. ഓക്കെ, അങ്ങനത്തെ ക്ലിയർ കട്ട് വണ്ടികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സ്റ്റോക്ക് എന്താ പാട്? നമുക്ക് എല്ലാ സെഗ്മെന്റും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഒരു ഡെമോ വണ്ടി കാണുന്നുണ്ട്, പുതിയ വണ്ടിയാണ് റെനോന്റെ. ഡെമോ വണ്ടികൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, റെനോണ്ട്. അത് ഞങ്ങൾ TVS ആണ് ആക്ച്വലി ഓൾ കേരള റെനോട്ടിന്റെ ഡീലർഷിപ്പ് ഫുൾ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഡെമോ വണ്ടികൾ സെയിൽ വരുന്നേരം. അല്ല, റെനോന്റെ മാത്രമാണോ ചെയ്യുന്നത് അതോ വേറെ ബ്രാൻഡ് ചെയ്യുന്നത്? TVS ആണ് ഓൾ കേരള. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഡെമോ വണ്ടികളിൽ ഡെമോ വണ്ടി വേറെ ബ്രാൻഡ് വരാൻ, ഞങ്ങൾ ടൈപ്പ് സൈഡിലെ OEM എല്ലാ വണ്ടികളും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജിദ്യാന്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കൂടുതലായിട്ട് ഞങ്ങളുടെ വരുന്നുണ്ട്. ഡെമോ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ കമ്പനി ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അടുത്ത ഡെമോ വണ്ടികൾ കുറച്ച്. എന്തായാലും ഇവരെ കാത്തിരിപ്പിക്കണ്ട, നമുക്ക് വീഡിയോ ഉണ്ട്. ആദ്യ വാഹനം ഒരു ഓട്ടോമാറ്റിക് റെഡിഗോ അല്ലേ? 1000cc വാഹനമാണ്. അതായത് ചെറിയ ഒരു ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ നല്ല പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2018 മോഡൽ റെഡിഗോ T ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 1 ലിറ്റർ എഞ്ചിനാണ് വരിക. മൈലേജ് എങ്ങനെ പോയാലും ഒരു 16-17 എന്തായാലും കിട്ടും. 1000cc വരുന്ന ഓട്ടോമാറ്റിക് എഞ്ചിൻ. അതെ, ഓക്കെ. എന്തൊക്കെ ക്ലെയിം മേജർ ആയിട്ടുള്ള വർക്ക് ഉണ്ടോ? ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ല. നമുക്ക് എന്താ പറയുക, എടുത്തിട്ട് ഉപയോഗിക്കാം. ഒരു ഓട്ടോമാറ്റിക് കസ്റ്റമറിന് പറ്റിയൊരു വണ്ടി, ചെറിയ വണ്ടി നോക്കി നടക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. 30,000 കിലോമീറ്റർ ഓടിക്കും. ഓക്കെ, 2018 സിംഗിൾ ഓണർഷിപ്പ് T ഓപ്ഷൻ ഓട്ടോമാറ്റിക് റെഡിഗോ ആണ്. എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഫൈനലി 2,15,000 രൂപ കിട്ടിയാൽ മതി. 2,15 ഒരു ഓട്ടോമാറ്റിക് റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകുക. അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം. ഫുൾ ലോണും കയറും അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, ഇത്രയും മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി തപ്പി കിടക്കേണ്ട വേഗം വന്നു അല്ലേ? തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് ചെറുതിന്ന് മുകളിലോട്ടേക്ക് അങ്ങനെ പോവാം. അപ്പോൾ അടുത്തത് ആൾട്ടോ 800 KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ ആൾട്ടോ 800 LXI. ഓക്കെ, എന്തെങ്കിലും മേജർ വർക്കോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റ് കാര്യമില്ല. 56,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുന്ന വണ്ടി. 56,000 ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? 56,000 ആണ് ഏകദേശം കൺഫേം ആണ്. ഓക്കെ, 56,000 ഓടിയ ആൾട്ടോ 800 2012 LXI ആണ്. ഒരു മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് ഫൈനൽ 1,28,000 രൂപ കിട്ടേ കൊടുക്കാം. 1,28,000 കിട്ടിയാൽ വേറെ മെക്കാനിക്കൽ വർക്ക്, മെക്കാനിക്കൽ അല്ല, ഇവിടെ ഒരു ചെറിയ ഡെന്റ്, ചെറിയ ഈ ഡെന്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് തരിക അല്ലേ?
ഒരു എന്തായാലും ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 രൂപ ചിലവായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചിന്തിക്കണം. 5 10 മാക്സിമം. അതെ. 1.28 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയില്ലേ? അടുത്തതൊരു റെഡ് i10. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരു റെഡ് i10 കാണിച്ചിരുന്നു. എല്ലാം പെട്ടെന്ന് പോയില്ലേ? അത് ആ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് അയാൾ ആ മൊമെന്റിൽ ബുക്ക് ചെയ്തതിന് പിറ്റേഷൻ വണ്ടി എടുത്ത് പോയില്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ടാണ് KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണിത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2007 മോഡലിൽ വരുന്ന i10 സ്പോർട്സ്. 7 സ്പോർട്സ് ആണ്. ഇപ്പോൾ പേപ്പറിൻ്റെ അവസ്ഥ? പേപ്പർ ഇപ്പോൾ 2027 വരെ പേപ്പർ ഉണ്ടാവും. 27 വരെ നിലവിൽ പേപ്പറുള്ള വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും. മെക്കാനിക്കൽ എല്ലാം വർക്കിംഗ് അല്ലേ? AC പവർ വിൻഡോസ് ഒക്കെ വർക്കിംഗ് അല്ലേ? ACന്റെ ചെറിയൊരു എനിക്കൊന്ന് കൂൾ ചെയ്യേണ്ട ഗ്യാസ് കയറ്റിയാൽ മതി. ഗ്യാസിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് കൂൾ ചെയ്യാനോ. അതേപോലെ തന്നെ ബാക്കിൽ ചെറിയൊരു ഇപ്പോൾ 2007 വണ്ടിയിൽ ഒരു ചെറിയ അപാകതകൾ ഈ വണ്ടിക്കുണ്ട്. ഒരു ചെറിയ റസ്റ്റ് സ്പോട്ട് ഡോറിന്റെ അടുക്ക കാണുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ അപാകതകൾ. പക്ഷെ വണ്ടി നല്ല ഷേപ്പും കാര്യങ്ങളും റെഡ് കളറും ഭയങ്കര എന്താ റോഡ് പ്രസൻസും ഭയങ്കര അതെല്ലാം ഓക്കെയാണ്. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ പറഞ്ഞത് മാത്രം. അതെ, 2007 ഉണ്ടായിരുന്ന മാക്സിമം പ്രശ്നം എന്തായിരുന്നു അത്രയുണ്ടോ. സീറ്റ് ബെൽറ്റ് കുറച്ച് ഇതായിട്ടുണ്ട് അല്ലേ? അതെ, സീറ്റ് ബെൽറ്റിന്റെ ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റ്, പിന്നെ സീറ്റ് കവർ, അതൊക്കെ പിന്നെ നോർമലി മാറിയാൽ മതി. ചെറിയ പൈസക്ക് മാറാൻ പറ്റുന്ന സാധനമാണ്. എന്ത് തന്നെയാലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിലോട്ട് യൂസ് കാറാണ്. ഇങ്ങനത്തെ ചെറിയ കാറുകൾക്ക് പ്രത്യേകിച്ച് ഒരു 5000-10,000 രൂപയുടെ പണി. എനിക്ക് പ്രൈസും കൂടി ചോദിക്കും. എത്രയാ? നമുക്ക് ഫൈനലി 88,000 രൂപ കൊടുക്കാം. 88,000 രൂപയ്ക്ക് 2007 സ്പോർട്സ് 27 വരെ പേപ്പറുള്ള ഈ ഒരു i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഗ്രാൻഡ് അല്ല, ആ ഒരു എന്താ പറയണ്ടേ, കുറച്ച് അപാകതകൾ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ ലോൺ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലോൺ ഇട്ടാൽ നഷ്ടമാണ്. പിന്നെ മോഡൽ പഴയതുകൊണ്ട് ലോൺ കിട്ടില്ല. അടുത്ത വണ്ടിയിൽ സെലേറിയോ ആണ് അടുത്ത വാഹനം. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2017 മോഡല് സെലേറിയോ ZXi ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പെട്രോളില് ZXi ഓട്ടോമാറ്റിക്കും ആണ്. അതുകൊണ്ട് ഓക്കെ, ഒരു 15-17 റേഞ്ച് മൈലേജ് കിട്ടും. ആവറേജ് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയ സെഗ്മെന്റ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറെ എൻക്വയറി വന്നൊരു വണ്ടിയാണ്. സെലേറിയോ ഓട്ടോമാറ്റിക് ഉണ്ടോ, ഓട്ടോമാറ്റിക്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പുതിയൊരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും 2017 മോഡലുണ്ട് ZXi ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 80,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 80,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഫൈനലി 3,37,000 രൂപ കൊടുക്കാം. 3,37,000 3,37,000 രൂപയ്ക്ക് 2017 ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങൾക്ക് ഉണ്ടാവും. ഫുള്ള് ലോണും കിട്ടൂലേ? ഫുള്ള് ലോൺ. അടുത്ത വണ്ടി, അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. അതെ. ഇപ്പോഴത്തെ 3 സിലിണ്ടർ, ഇത് 4 സിലിണ്ടർ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡല് സ്വിഫ്റ്റ് LXi ആണ്. ബേസ് ഓപ്ഷൻ ആണ് അല്ലേ? പവർ വിൻഡോസ് വരില്ല. AC, പവർ സ്റ്റിയറിംഗ്, ആ കാര്യങ്ങളും വരും. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഏകദേശം തീർന്നു. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു ഡോർ റീപ്ലേസ് ആയിട്ടുണ്ട്. ഏത് ഡോറാ? ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ഡോർ റീപ്ലേസ് ആയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുണ്ടോ? ഹിസ്റ്ററിയിലുണ്ട്. ഓട്ടോ എത്ര പോയി? 1,00,000 കിലോമീറ്റർ ഓടി. 1 lakh പെട്രോൾ വണ്ടിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും വരാനില്ല. സർവീസ് പ്രോപ്പർ പോയിട്ടുണ്ടാവില്ല? സർവീസ് പ്രോപ്പർ. ഓക്കെ. ഒരു 18-20 റേഞ്ച് ചെയ്യുന്ന മൈലേജ് കിട്ടും. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.95 കൊടുക്കാം. 3,95,000 രൂപയ്ക്ക് 2018 സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3.5 ലക്ഷമൊക്കെ ലോൺ കയറും. അതെ, 3-3.25 വരെ എന്തായാലും കിട്ടും. ഇനി ഒരു കോമ്പാക്ട് സെഡാൻ കാണാം. ഡിസയർ ആണ്. ഒരു അടിപൊളി കളർ, ഒരു മൈൽഡ് കളറാണല്ലേ? ഓക്കെ. പീകോക്ക് ബ്ലൂ. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. ഇതിന്റെയും എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ലേ? പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളല്ലേ. ഇനി മേജർ ആയിട്ട് ഒരു ഹൈലൈറ്റും കൂടി ഉണ്ട്. 2013 ഈ വണ്ടി 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. 45,000 മാത്രം ഓടിയ വണ്ടി. ചെറിയ ചെറിയ അപാകതകളുണ്ട്. ബമ്പറിന്റെ അടുത്തൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ, ചെറിയ ചളുക്ക്, അതൊക്കെ ചെറിയ പണികളാണ്. മേജർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. പിന്നെ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് 2013 VXi വാഹനമാണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. സിറ്റി ഡ്രൈവിലും കിട്ടും. നമ്മൾ ഹൈവേ കാര്യങ്ങളും എന്തായാലും 15+ കിട്ടും. മാരുതി എഞ്ചിൻ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഫൈനലി 2,99,000 കൊടുക്കാം. 2,99,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആണ്. ഈ ഒരു 2013 VXi ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും ഏകദേശം 2.25 വരെ എന്തായാലും ലോൺ വരും. എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് വേണ്ട, നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ
നമ്മൾ തിരിച്ച് ചെറുതിലേക്ക് തന്നെ വന്നു. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്നൊരു ആൾട്ടോ 800 ന്യൂ ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല് ആൾട്ടോ 800 LX. 18 LXi ആണ്. ഓട്ടം 61,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ കിടക്കും. നോ ആക്ഷൻ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നും. നീറ്റ് വണ്ടിയാണ്. അതെ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു 18-20 റേഞ്ച് എന്തായാലും മൈലേജ് ഉറപ്പാണ് അല്ലേ? ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം 2018 മോഡൽ LXi. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? അതേപോലെ തന്നെ പൊട്ടിച്ച വില 2,58 നമുക്ക് കൊടുക്കാം. 2,58,000 രൂപയ്ക്ക് ഫുൾ ഓണും ചാൻസ് ഉണ്ടല്ല? ഫുൾ ഓൺ ഏകദേശം. ഓക്കെ. 2,58 നിങ്ങൾക്ക് ഈ ഒരു അൾട്ടോ 800 കൊണ്ടുപോകാം. 2018 മോഡൽ വാഹനം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്. ഒരു അടിപൊളി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ SUV ആണ്. മഹീന്ദ്ര XUV 300 KL 13 കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് മഹീന്ദ്ര XUV 300 W8 വേരിയന്റ് വരുന്നത്. W8 വെച്ചാൽ ഫുൾ ഓപ്ഷൻ തന്നെ. ഇതിന്റെ മേലാന്ന് വെച്ചാൽ ഓപ്ഷനിലും കൂടി ഉണ്ട്. W8 ഓപ്ഷനിലും കൂടി ഉണ്ട്. അതിൽ ഈ സൺറൂഫും കൂടി മാക്സിമം വരുവാ. സൺറൂഫ് 6 എയർ ബാഗ് ഉണ്ടാവും. അതെ, 6 എയർ ബാഗ് വരുന്നുണ്ട്. അതില് മീൻസ് അതന്നെ സൺറൂഫിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഇതിലിപ്പോ എന്താ പറയണ്ടേ, 4 വീൽസ് അലോയ്സ് ഉണ്ട്, പിന്നെ റിയർ വൈപ്പർ ഉണ്ട്, പുഷ് ബട്ടൺ വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, 2 എയർ ബാഗ് അത്രയും ഉണ്ടാവും. അതെ, എയർ ബാഗ് രണ്ടാണ്ടാവും. എയർ ബാഗ് രണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫും എയർ ബാഗിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഡീസലാണേ. ഡീസൽ മൈലേജും പവറും ഉണ്ടാവും അല്ലേ? ഒരു 18-20 ഡീസൽ മാനുവൽ തീർച്ചയായിട്ടും 18-20 റേഞ്ച് മൈലേജും കിട്ടും. നല്ല പവർഫുൾ ആയിരിക്കും. കറക്റ്റ് കോമ്പാക്ട് എന്താ പറയണ്ടേ, ഭയങ്കര എന്താ പറയുക സിമെട്രിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ റോഡിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന നേരം ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര സുഖമുള്ള വണ്ടിയാണ്. സേഫ്റ്റി ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് മഹീന്ദ്രന്റെ. ഓക്കെ. അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,85,000 രൂപ കിട്ടിയ കൊടുക്കാം. ഫൈനലാണ്. അതെ, 6,85,000 2020 ഡീസൽ W8 ടോപ്പ് ആൻഡ് ഓപ്ഷൻ ഈ ഒരു XUV 300 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന്റെ ഓട്ടോ എത്ര? 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ പക്കാ സർവീസ് ഉണ്ട്. പക്കാ സർവീസ്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിക്കാം. 6,85,000 കൊണ്ടുപോകാം. ലോൺ ഒരു 6-6.25 വരെ കിട്ടും. സിംഗിൾ ഓണർ യൂസ് ചെയ്തോണ്ടല്ലേ. ഓക്കെ. ഒരു ഡിസയർ പെട്രോൾ കണ്ടു. ഇനി ഒരു സ്വിഫ്റ്റ് ഡീസൽ കാണാം. അതെ, ഡിസയറിനേക്കാൾ മാർക്കറ്റ് എന്തുകൊണ്ടും സ്വിഫ്റ്റിന് തന്നെയാണ്. അതെ, ഡീസലാണ്. അതെ, ഡീസലുമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? സെയിം തന്നെ. 2013 മോഡല് സ്വിഫ്റ്റ് VDI ഡീസൽ വേരിയന്റിൽ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ഡീസലാണ്. നേരത്തെ VXi നമ്മളാണ്. ഇത് മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം VDI. ഇതിന്റെ കിലോമീറ്റർ ഇത് 84,000 കിലോമീറ്റർ ഓടി. 84,000. ഓക്കെ. ഇതിന് ചെറിയൊരു അപാകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ബോണറ്റ് റീപ്ലേസ് ആയിട്ടുണ്ട്. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. വേറൊന്നും മാറിയിട്ടില്ല. വേറെ ഒന്നും മാറിയില്ല. ഉള്ളിലേക്കൊന്നും ഉള്ളിലേക്കൊന്നുമില്ല. അത് ചെക്ക് ചെയ്താ. ഓക്കെ. ഫുള്ള് ചെക്ക് ചെയ്താണല്ലേ. ഓക്കെ. ഇവർ സർട്ടിഫൈ ചെയ്യുന്ന വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നമുക്കൊരു ബൈക്കെല്ലാം കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കാം. ഓക്കെ. ഇത് ഓണർഷിപ്പ് എത്രയാ? ഇത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടല്ലേ. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അപ്പുറം കുഴപ്പമില്ലല്ലോ. ടയേഴ്സ് ഒക്കെ ഓർഡറാണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും വരും. എല്ലാം വർക്കിംഗ് ആണ്. ഓ അതെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ 3,30,000 കിട്ടിയാൽ കൊടുക്കാം. 3,30,000 ഫൈനൽ റേറ്റ് ആണ്. 2013 VDI സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 2.25 വരെ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ബ്രസ്സയാണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ബ്രസ VDI. ഓക്കെ. ഓക്കെ. 99,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. ഓക്കെ. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ആണ്. 99,000 കിലോമീറ്റർ ഓടി. മിഡിൽ ഓപ്ഷൻ ഡീസൽ. അതെ, മിഡിൽ ഓപ്ഷൻ. അത് തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. മേജർ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ. കുറച്ച് ടയർ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ചേഞ്ച് ആക്കണം. ഓക്കെ. നമുക്ക് അതന്നെ അതേപോലെ തന്നെ റേറ്റ് കുറച്ചില്ല. മാർക്കറ്റിൽ ഇപ്പോൾ ബ്രസ്സിന്റെ റേറ്റ് അറിയാലോ. ഒരു 7 lakh ആ റേഞ്ചിലും വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമുക്ക് ഫൈനൽ 6,30,000 രൂപ കിട്ടേ കൊടുക്കാം. 6,30,000 2017 VDI 1 lakhന്റെ അടുത്ത് ഓടിയ ഈ ഒരു ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകും. VDI ബ്രസ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അതെ. വേറെ മേജറായിട്ടുള്ള ഒരു ക്ലെയിമോ കാര്യമൊന്നുമില്ല. ലോണും ഏകദേശം ഫുള്ളിൻ്റെ അടുത്ത് കിട്ടുമോ? ഫുള്ള് കിട്ടാൻ ഒരു 5.25 അങ്ങനെ അത്ര എന്തായാലും. മാരുതി സുസുക്കി സിയാസ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി വണ്ടിയാണ്. പെട്രോൾ അല്ല ഇത്? ഇത് പെട്രോൾ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ സിയാസ് ZXi ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ വാഹനമാണ്. 2014. കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടിയിട്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പക്കാ സർവീസ് ഉണ്ടോ? പക്കാ മെയിൻ്റെനൻസ് സർവീസ്. ലോ കിലോമീറ്റർ ആണ്. പെട്രോളിന് എല്ലാ ഓപ്ഷനും അലോയ്സും കാര്യങ്ങളും എല്ലാ ഓപ്ഷനും വരുന്ന ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടിയാണ്. വലിയ മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല.
ഇതിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? ഒരു ചെറിയൊരു അപാകത എന്ന് പറയാനുള്ള ബോണറ്റ് മാത്രം റീപ്ലേസ് ആയിട്ടുണ്ട്. ഒന്നുമല്ല, ഞങ്ങൾ റേഡിയേറ്റർ ക്രോസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്താൽ വേറെ ഒന്നുമില്ല, ബോണറ്റ് മാത്രം റീപ്ലേസ്. ബോണറ്റ് മാത്രം. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ 4,40,000 കൊടുക്കാം. 4,40,000 2014 ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ ഈ ഒരു സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടൂലേ? 4 ലക്ഷം വരെ ലോൺ കിട്ടും എന്തായാലും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ ഓണർ നിങ്ങളാവാൻ പോവാണ്. നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്ന വിലയിൽ നിന്ന് അത്രയും മാറ്റത്തിൽ ഒരു പുതിയ വണ്ടി കൊണ്ടുപോകും. അതെ. ഓക്കെ. അപ്പോൾ ഡെമോ വെഹിക്കിളാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഡെമോ വെഹിക്കിൾ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇത് ടി വി എസിൻ്റെ തന്നെ റിനോൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതുകൊണ്ട് ടി വി എസ് തന്നെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെനോൻ്റെ ഏതൊക്കെ മോഡൽ ഇപ്പോൾ കൈഗർ ഉണ്ട്, ട്രൈബർ ഉണ്ട്, ക്യുഡ് ഉണ്ട്. 3 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. എല്ലാത്തിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെമോ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയിരിക്കും. അതെല്ലാം ഓൾമോസ്റ്റ് ഒരു 3,000-4,000 കിലോമീറ്റർ ഓടിയ വണ്ടികളായിരിക്കും. ഇത് ഏതാ മോഡൽ വരുന്നത്? ജസ്റ്റ് RX ഏതാ മോഡൽ ഇയർ? കൈഗർ 2024 വണ്ടി. 24. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഇയർ വണ്ടിയാണ് ഡെമോ ആയിട്ട് വെക്കുന്നത്. ഓട്ടം പോയിട്ടുണ്ടോ? 3,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഫസ്റ്റ് നിങ്ങളായിരിക്കും. എന്തായാലും നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് അന്ന് മുതലുള്ള വാറണ്ടിയാണ് വണ്ടിക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ന്യൂ കാറിന്റെ ഫിനാൻസിലായിരിക്കും കസ്റ്റമർക്ക് കിട്ടുക. ന്യൂ കാർ ഫിനാൻസിൽ 7 ഇയേഴ്സ് വരെ ഫിനാൻസും കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ പുതിയ വിലയിൽ നിന്ന് ഏകദേശം എത്ര മാറ്റം? ഏകദേശം 3 to 5 lakhs വരെ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിനെക്കാട്ടും കുറഞ്ഞിട്ട് കിട്ടും. അതായത് എല്ലാ ബ്രാൻഡിന്റെയും ഞങ്ങൾക്കിപ്പോ ഇത് റെനോൾട്ട് ഉണ്ട്, അതേപോലെ കിയ വരാനുണ്ട്, ടാറ്റ വരാനുണ്ട്, മഹീന്ദ്ര വരാനുണ്ട്. എല്ലാത്തിൻ്റെയും ഡെമോ വെഹിക്കിൾസ് ഞങ്ങൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടികൾ. അതായത് പല ബ്രാൻഡിലായിരിക്കും ഈ പറഞ്ഞ വിലേൻ്റെ അടക്കമായിരിക്കും ഓരോത്തിൻ്റെയും വരിക അല്ലേ? 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് പുതിയ വണ്ടി നിങ്ങൾ ഫസ്റ്റ് ഓർഡറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനും കൂടെ വേണേൽ വിളിച്ചോളൂ. ജസ്റ്റ് ഒരു ഡെമോ വണ്ടി നമ്മൾ കാണിച്ചു തന്നുള്ളൂ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ആൾട്ടോ 800 KL78 ഇരിട്ടി രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? നമ്മൾ ഇപ്പോൾ കാണിച്ചതിൽ 3ാമത്തെ ആൾട്ടോ ആണ്. അതിലിപ്പോൾ 2020 മോഡൽ ആൾട്ടോ 800 LX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കാണിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മോഡൽ കൂടിയ ഷേപ്പ് മാറി വരുന്നത് 2020 ന്യൂ ഷേപ്പ് ആയ വണ്ടി. ഓക്കെ. അപ്പോൾ ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ട്. സർവീസ് ഒക്കെ പക്ക. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഏതാ VXI LXi ആണ്. 2020 മോഡല് 38,000 ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. മൈലേജ് 18-20 റേഞ്ച് കിട്ടും. എത്രയാണ് ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് ഫൈനലി 2.94 ലാസ്റ്റ് കൊടുക്കാം. 2,94,000 രൂപയ്ക്ക് ഈ ഒരു 2020 മോഡൽ ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകും. അതെ. ലോണ് ഒരു 2.5 കിട്ടും. 2.5 കിട്ടൂല, എന്തായാലും കിട്ടും. 2020 മോഡലല്ലേ? ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ആൾട്ടോ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. 2008 മോഡലല്ലേ? 2008 മോഡൽ. ഓക്കെ. 8 മോഡൽ വണ്ടിയാണ്. ഏതാ എത്ര ഓട്ടം പോയി? 2008 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അത് 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 97,000 സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന്റെ പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ 2028 വരെ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 23 എടുത്ത് 28 വരെ പേപ്പർ ഉണ്ട് അല്ലേ? നിലവിൽ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ നല്ലൊരു ആൾട്ടോ, എന്താ പറയാ, ഒരു ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഡ്രൈവിംഗ് ഓടിക്കാൻ ഉപയോഗിക്കാം. ബിലോ 1 lakhൽ ഒരു വാഹനം. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്കിപ്പോ 92,000 കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലായിട്ട് കൊടുക്കാം. 92,000 രൂപയ്ക്ക് 2028 വരെ പേപ്പറുള്ള ഈ ഒരു ആൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടൂല. അത് ഇടാൻ നിൽക്കരുത്. ചെറിയ വിലക്കൊന്നും ഇങ്ങനെ ഇടാൻ നിൽക്കരുത്, നഷ്ടമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത സ്റ്റോക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞാൽ കോഴിക്കോട് മാവൂർ റോഡ് നമ്മുടെ പുറകിൽ കാണുന്നത്. മാവൂർ റോഡിൽ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് റിനോ ഷോറൂം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതേ കോമ്പൗണ്ട് തന്നെയാണ്. TVS സർട്ടിഫൈഡ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലേക്ക് പോരട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അക്ഷയ്, താങ്ക് യു. ബൈ.